ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വചനമായാലോ. പഴയ നിയമത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഹന്നായെ നോക്കി പുരോഹിതനായ ഏലി അവൾ ലഹരി കൊണ്ട് ഉന്മത്തയാണെന്ന് പറഞ്ഞു. 1 സാമുവേൽ 1:14. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട ജനത്തെ നോക്കി ചിലർ ഇങ്ങനെ പരിഹസിച്ചു: പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:13. ദൈവസാന്നിധ്യം നിറയുമ്പോൾ വ്യക്തികൾ ലഹരി പിടിച്ചവരെ പോലെ കാണപ്പെടുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യം ഒരു ലഹരിയാണ്. ആസ്വദിക്കുന്തോറും കൂടുതൽ അഡിക്ഷൻ ആയി മാറുന്ന ക്രിസ്തു ലഹരി. ഒരു രാജാവായിരുന്നിട്ടും രാജപരിവേഷങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു തൂവെള്ള അപ്പമായി ദിവ്യകാരുണ്യ ഈശോ സക്രാരിയിലും അരുളിക്കയിലും എല്ലാം എഴുന്നള്ളിയിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.